ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. 9ാമത് പാറശാല കാത്തലിക് ബൈബിൾ കൺവെൻഷൻ നവംബർ 7 മുതൽ 9 വരെ നടക്കും. കോട്ടവിള സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്ന കൺവെൻഷൻ അഭിവന്യ തോമസ് മാർ യൗസേബിയൂസ് മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്യും. അനുഗ്രഹീത വചന പ്രഘോഷകൻ ഫാദർ ജിൻസ് ചീങ്കല്ലേൽ എച്ച് കൺവെൻഷന് നേതൃത്വം നൽകും. കൺവെൻഷനോടനുബന്ധിച്ച് എല്ലാ ദിവസവും ജപമാല പ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥന, പരിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യ ആരാധന, വിശുദ്ധ കുമ്പസാരം, കൗൺസിലിംഗ് എന്നിവയും ക്രമീകരിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശവകുടീരം സന്ദർശിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച പാലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്. വിശുദ്ധ നാടിന്റെ സംരക്ഷണ ചുമതലയുള്ള മുൻ വികാരി ഫാദർ ഇബ്രാഹിം ഫാൽത്താസിനൊപ്പമാണ് മഹ്മൂദ് അബ്ബാസ് ബസിലിക്കയിൽ പ്രവേശിച്ചത്. ഫ്രാൻസിസ്കസ് എന്ന ലളിതമായ രീതിയിൽ ആലേഖനം ചെയ്ത മാർബിൾ ശവകുടീരത്തിൽ പ്രസിഡന്റ് അബ്ബാസ് പുഷ്പാർച്ചന നടത്തി. പുറത്ത് കാത്തുനിന്ന മാധ്യമപ്രവർത്തകരോടായി ഫ്രാൻസിസ് മാർപ്പാപ്പ പാലസ്തീനും പാലസ്തീൻ ജനതയ്ക്കും വേണ്ടി ചെയ്ത കാര്യങ്ങൾ എനിക്ക് മറക്കുവാൻ കഴിയില്ലെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഇന്ന് മഹ്മൂദ് അബ്ബാസ് ലിയോ 14 മാർപ്പാപ്പയുമായും കൂടിക്കാഴ്ച നടത്തും. യുദ്ധത്തിന്റെ ഇരകൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്ത് ലിയോ പാപ്പ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധത്തിന്റെ അക്രമത്താൽ പരീക്ഷിക്കപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനയിൽ എന്നോടൊപ്പം ചേരുവാൻ നിങ്ങളെ ക്ഷണിക്കുന്നതായി ബുധനാഴ്ച നടന്ന പൊതുസമ്മേളനത്തിൽ ലിയോ പാപ്പ പറഞ്ഞു. പ്രത്യേകിച്ച് മ്യാൻമറിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പാപ്പ അഭ്യർത്ഥിച്ചു. അതോടൊപ്പം അന്താരാഷ്ട്ര സമൂഹത്തോട് ബർമീസ് ജനതയെ മറക്കരുതെന്നും ആവശ്യമായ മാനുഷിക സഹായം നൽകണമെന്നും പാപ്പ ആവശ്യപ്പെട്ടു. വത്തിക്കാനോടുള്ള വിശ്വസ്തതയുടെ ഭാഗമായി ചൈനയിലെ ഭൂഗർഭ കത്തോലിക്ക സഭയിൽ സേവനം ചെയ്തതിന്റെ പേരിൽ വർഷങ്ങളോളം ജയിലിൽ കഴിഞ്ഞ ബിഷപ്പ് ജൂലിയസ് ജിയാഷിഗുവോ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് കീഴിലുള്ള ചൈനീസ് പാട്രിയോട്ടിക് കാത്തലിക് അസോസിയേഷനിൽ ചേരുവാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ കൊടിയ പീഡനങ്ങളും തടവും ഏറ്റുവാങ്ങിയ അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് കഴിഞ്ഞയാഴ്ച അന്തരിച്ചത്. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.